വെള്ളം കുടിക്കുന്നതിനെ പറ്റി പലരും പലപ്പോഴായിട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം ചേർത്തൊരു മറുപടി ചുരുക്കി ഇവിടെ പറഞ്ഞുതരാം. അതായത് പലരും 1.5 ലിറ്റർ വെള്ളമൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഉടനെ കുടിക്കാറുണ്ട്. അത്ര ഇത് പാടുണ്ടോ? ഇങ്ങനെ ചെയ്യാവോ? ഇതിന്റെ യുക്തി എന്താണ്? ഇതിങ്ങനെ ശീലിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തകരാറുണ്ടോ? ഇതാണ് ഇവര് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് മറുപടിയായിട്ട് വെള്ളം കുടിയെ പറ്റി അഷ്ടാംഗഹൃദയത്തില് വാഗ്ഭടാചാര്യൻ പറഞ്ഞിട്ടുള്ള ചില സംഗതികൾ ഇവിടെ വിവരിക്കാം. അതായത് അതിമാത്രയിൽ വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളം കുടിക്കാനായിട്ട് എപ്പോഴും അല്പശപ്പിബേദ് എന്നാണ്, അതായത് അല്പാൽപമായിട്ട് കുടിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 8 തരം രോഗാവസ്ഥകളിൽ വെള്ളം കുടിക്കരുത്. അവിടെ തന്നെ ദാഹം കൊണ്ട് വലഞ്ഞ് ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ അല്പശ കുറേശ്ശെ കുടിക്കാന്നും പറഞ്ഞിട്ടുണ്ട്. ആ 8 തരം രോഗങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാല് അതിസാരം, അതായത് തുടർച്ചയായിട്ട് ലൂസ് മോഷൻ, ഡിസെൻട്രി ഉള്ള അവസ്ഥ. അവിടെയും നമുക്ക് ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുമ്പോൾ വെള്ളം ധാരാളമായിട്ട് അതിസരിച്ച് പോകുമ്പോൾ കുറേശ്ശെ അല്പായിട്ട് കുടിക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷെ അതിമാത്രയില് വെള്ളം കുടിക്കരുതെന്നർത്ഥം അതിസാരത്തില്. അതുപോലെ അഗ്നിമാന്ദ്യം, ഡൈജസ്റ്റീവ് പവർ തീരില്ല, വിശപ്പ് തീരില്ല, എന്ത് കഴിച്ചാലും ദഹിക്കില്ല എന്നുള്ള അവസ്ഥയിൽ വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അർഷസ് ഉള്ള രോഗികൾ, പൈൽസ് കംപ്ലൈന്റ് ഉള്ളവര് അമിതമായിട്ട് വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് മഹോദരം, വയറ് വീർത്തു വരുന്ന അസൈറ്റീസ് എന്നുള്ള രോഗാവസ്ഥ, ഫാറ്റി ലിവർ ഒക്കെ വന്ന് ലിവർ സിറോസിസ് വന്ന് അതിന്റെ അടുത്ത ഘട്ടത്തില് അസൈറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. അതായത് മഹോദരം, വയറിനകത്ത് ഇങ്ങനെ ഫ്ലൂയിഡ് വല്ലാതെ അക്യുമുലേറ്റ് ചെയ്യുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ വെള്ളം അമിതമായിട്ട് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ, ശരീരത്തിൽ നീരുണ്ടാവുക, നീർക്കെട്ടുണ്ടാവുക. സാധാരണ കിഡ്നി സംബന്ധമായ രോഗാവസ്ഥകളൊക്കെ ഉള്ളവർക്ക് പാദത്തിലും മുട്ടിന് താഴെയൊക്കെ നീരിങ്ങനെ കൂടുതലായിട്ട് വരുന്ന കാണാം. ഇത്തരം നീർക്കെട്ട്, അതുപോലെ ശരീരത്തിലെ എന്ത് രോഗാവസ്ഥ കൊണ്ടും നീർക്കെട്ടുണ്ടെങ്കിൽ നീര് വന്ന് വീർത്ത് നിൽക്കാം. മുട്ടിലൊക്കെ നീരുള്ളവരുണ്ട്, കൺതടത്തിലൊക്കെ നീര് വരുന്നവരുണ്ട്. ഇത്തരം സ്വഭാവമുള്ളവരാണെങ്കിൽ വെള്ളം അമിതമായിട്ട് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് പാണ്ഡു എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ടല്ല കേട്ടോ, അനീമിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. രക്തക്കുറവ്, അനീമിയ, ഹീമോഗ്ലോബിന്റെ അളവ് കുറവ്, അല്ലെങ്കിൽ ബ്ലഡിന്റെ വോളിയം കുറയുക, അതുവഴി ഉണ്ടാകുന്ന രോഗാവസ്ഥകളാണ്, ലക്ഷണങ്ങൾക്കാണ് പാണ്ഡു രോഗം എന്ന് വിളിക്കുക. ഇതിന് അനീമിയ എന്നാണ് മോഡേൺ ടേം. ഓക്കെ, ഈ അവസ്ഥയിലും വെള്ളം അമിതമായിട്ട് കുടിക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഗുന്മം, അതായത് വയറ് വീർത്തു വരിക, മേൽവയറ് തട്ടി വീർക്കുക, വായു ബ്ലോക്ക് ആയിട്ട് ആത്മാനം, ആടോപം, ഗുന്മം എന്നൊക്കെ വിളിക്കുന്ന അവസ്ഥകളുണ്ടല്ലോ. വയറ് വീർത്തു വരുന്ന അവസ്ഥ, വായു കോപിച്ചിട്ടാണ്. ആമാശയത്തെ ആശ്രയിച്ച് വായു വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഗുന്മം. ഏമ്പക്കവും എക്കിട്ടും ഒക്കെ ഉണ്ടാവും തുടർച്ചയായിട്ട്. ഇത്തരക്കാരും ധാരാളമായിട്ട് വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഗ്രഹണി, ലൂസ് മോഷൻ ഉണ്ടാവുക, IBS രോഗികളും കൂടെ വെള്ളം കുടിക്കരുത്. ഇത്തരം 8 കണ്ടീഷൻസിൽ തുടർച്ചയായിട്ടോ അമിതമായിട്ടോ വെള്ളം കുടിക്കരുത്. എന്നിരുന്നാലും ക്ഷീണവും തളർച്ചയും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അല്പാൽപമായിട്ട് കുടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വെള്ളം കുടിക്കാൻ എപ്പോഴായാലും അമിതമായിട്ട് കുടിക്കരുതെന്നും അല്പശ, അതായത് അല്പമാത്രയിൽ പലവട്ടായിട്ട് കുടിക്കാനാണ് ആചാര്യന്മാര് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു പോയിന്റ് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ പലരും ശരീരഭാരം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണല്ലോ. ശരീരഭാരം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ വെള്ളം കുടിക്കണം എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഭക്ഷണത്തിന് മുൻപ് വെള്ളം കുടിക്കുന്നവരാണെങ്കിൽ ശരീരം മെലിയുന്നതിന് സഹായകരമാവുന്ന അഷ്ടാംഗഹൃദയത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്.